ശരിക്കും ആദിലയും നൂറയും ഒരു വമ്പൻ സംഭവങ്ങളാണ്. ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയലാണ്. എസ്പെഷ്യലി ആദില പറയുന്നതനുസരിച്ച് ചിലപ്പോഴൊക്കെ നൂറ തുള്ളും, നൂറ പറയുന്നതനുസരിച്ച് ചിലപ്പോഴൊക്കെ ആദിലയും തുള്ളും. സംഭവം ഇന്നലത്തെ ടാസ്കിന്റെ ഒരു ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്നലത്തെ ടാസ്കിൽ നൂറയ്ക്ക് കുറച്ച് ബോളുകൾ കിട്ടിയായിരുന്നു, ആദിലയ്ക്ക് അത്രയ്ക്ക് കിട്ടിയില്ല. അപ്പൊ ഒരു 3 ബോളൊക്കെ വന്നപ്പോഴത്തേക്കും ആദില അത് കൊണ്ടുവന്ന് നൂറയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് ആദ്യം ചൂണ്ടിക്കാണിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് അത് അനുമോളാണ്. അതായത് അങ്ങനെ ചെയ്യരുത്. അനുമോളുടെ ഭാഗത്ത് അനുമോളുടേതായിട്ടുള്ള ഒരു ന്യായമുണ്ട്. അത് നമുക്ക് കേട്ടാലും ന്യായമായിട്ട് തോന്നും. വേറൊന്നുമല്ല, ഈ ആദിലയല്ല ഇപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും നൂറയെ ജയിപ്പിക്കണം, നൂറയെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യണം എന്നാണ്. അതായത് ഇവർ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടുപേർക്കും എന്തായാലും ടോപ്പ് 5 പോകാൻ പറ്റിയെന്ന് വരത്തില്ല, അത്രയും പേരൊന്നും ഈ പറയുന്ന പ്രേക്ഷകർ തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു തോന്നല് ഇവർക്ക് രണ്ടുപേർക്കും സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പൊ അവരന്നേരം ഒരാളെങ്കിലും സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഒരാൾ ബാക്കിലോട്ട് പോയാലും കുഴപ്പമില്ല, അപ്പൊ വോട്ട് അത്രയും ഒരാൾക്ക് കിട്ടട്ടെ എന്ന് അവിടെ ആദിലയെ സെൽഫായിട്ടൊന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് നൂറയ്ക്കാണ് കംപ്ലീറ്റ് പുഷ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം, ഇതൊരു വലിയൊരു ഫാക്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് എനിക്ക് പലപ്പോഴും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് മനസ്സിലാക്കിയ അനുമോള് ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ഈ അനുമോള് പറയുന്നതിനെ വിശ്വസിക്കാൻ ആദിലയ്ക്കും നൂറയ്ക്കും സാധിക്കണം എന്ന് നമുക്ക് പറയാനും പറ്റില്ല.